ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഹെൽ ഓഫ് ഡെമി. അപ്പോൾ നമ്മൾ കളിക്കുന്നത് ഗ്രാൻഡി 1 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എസ്കേപ്പ് അടിക്കുന്നത് എന്താണ്, സ്പൈഡറിൻ്റെ അടുത്തു നിന്നാണ്. മറ്റ് സ്പൈഡറിൻ്റെ അവിടെ ഒരു സംഭവമില്ലേ, അവിടെ നിന്നാണ് ഗൈസ് എസ്കേപ്പ് അടിക്കുന്നത്. അപ്പോൾ ഗൈസ് എസ്കേപ്പ് അടിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് വേഗം വേഗം നോക്കി പോകണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ലോ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ സ്പൈഡർ ഇരിക്കുന്നത് ആഘോഷില്ല. ഞാൻ ഏതുവഴി വരുന്നറിയില്ല. കട്ടിങ് കയറി ഒഴിച്ചിരിക്കാം. ഞാൻ കണ്ടില്ല എന്തൊന്നും. ഓറഞ്ച് കളിക്കുന്നതായിട്ടുണ്ട്. ഗ്രാനി എവിടെ കഴിയും? അതേണ്ട് പിന്നെ വീണ് ഗൈസ്. പിന്നെ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ഒന്ന് ഓൾ ആക്കി വയ്ക്കുക. പിന്നെ ഷെയറും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഗ്രാനി പോട്ടെ ഗൈസ്. അങ്ങനെ ഗ്രാനി പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം കിട്ടാൻ നോക്കണം ഗൈസ്. കോവിൽ ആവശ്യമില്ല. കട്ടിങ്ങിൻ്റെ വീട്ടിൽ സേഫ്റ്റിയാണ് ഗൈസ്. താഴത്തേക്ക് തന്നെ പോകാം ഗൈസ്. എനിക്കറിയാം ഗൈസ് അവിടെ ട്രാപ്പ് ഇട്ട് വയ്ക്കുന്നത്. സേഫ്റ്റി താഴത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോകണം. ഗൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് കാർക്കി ഇവിടെ എടുക്കട്ടെ. മാസ്റ്റർ കീ ആവശ്യമില്ല, അതുകൊണ്ട് ഇട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ അതായിട്ട് ഗ്രാനി വരുന്നുണ്ട്. ഹലോ ഗ്രാനി. ഇതിൻ്റെ എന്താ നോക്കണം, ഒന്നുമില്ല. എസ്കേപ്പ് അടിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി മേലെ പോയിട്ട് എവിടെയെങ്കിലും വിളിക്കാം ഗൈസ്. ഇനി ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ഗ്രാൻഡ് പോയിരുന്നുകൊണ്ട് നമുക്ക് നോക്കാം. നേരത്തെ ഗൈസ് ഇവിടെ ഒന്നും കാണില്ല കേട്ടോ പ്രത്യേകിച്ച്. നമ്മൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ചുമ്മാ നമ്മളപ്പോഴേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാകണം.
വുഡൻ സ്റ്റിക്ക് ഇരിക്കില്ലേ, അത് ആവശ്യമാണ്. ഇതിൽ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഇത് ഒന്നും വേണ്ട, ഒന്നുമില്ല. ഷോട്ട് ഗണ്ണിൻ്റെ വേറൊരു പാർട്ട് കിട്ടി. അവിടെ വേറെ എന്തൊക്കെ ആയിരിക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് വേണ്ട, ചുമ്മാ ആവശ്യമില്ലാണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഗ്രാനിങ്ങിൻ്റെ വരണം. നമുക്ക് കൊണ്ടുപോയിട്ട് ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് വയ്ക്കാം. വേണ്ട കേസ് ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിക്കൊന്നും ഇടണം. കൊള്ളണമില്ലല്ലോ. അതെന്തായാലും നമ്മുടെ കാര്യം കുടുങ്ങി. അപ്പം അങ്ങനെ തന്നെ ഗ്രാനി വരട്ടെ. വേണ്ടി വരും. ഗ്രാനി അപ്പം ഗ്രാനി അത് അവിടെ ഗ്രാനി മോളിക്കാറാം. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലും അത് ഒന്നുമില്ല. ബുക്ക് ഇരിക്കുന്നതിൻ്റെ കൂടെ. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. ഇവിടെ സ്പെഷ്യൽ കീ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഒരു മേലക്കാരം ഇതവിടെ ചിട്ടാണ് നമുക്ക് പുറത്ത് അവിടെ. അപ്പം അത് വെച്ചിട്ടുണ്ട്. ഏത് വഴി ഗ്രാനി വരണം എന്ന് പറയണം. ഗ്രാനിക്കാണ് ചേട്ടാ. അതേണ്ട ഈ വഴി സൈഡിലേക്കാം. ചാട്ടീൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇനി താഴത്ത് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. വീണ്ടും ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുക്കാൻ ഗൈസ്. അത് ഞാൻ ആലോചിച്ച് കഴിഞ്ഞു. ഷോട്ട് ഗൺ പാർട്ട്. ഓക്കെ ഗൈസ്, ഗ്രാനി വരുന്നില്ലല്ലോ അല്ലേ? ഗ്രാനി വരുന്നുണ്ട്. ഇതൊന്നും താഴെ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടം വരെ വന്നു കഴിഞ്ഞ് ഇനി താഴത്തേക്കും കൂടി വരണം. ഓഫ് ഗൈസ്, ഗ്രാനി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗണ്ണൊക്കെ റെഡിയാക്കണം. ഓക്കെ ഗൈസ്, ഗണ്ണ് റെഡിയായി. നമുക്കിനി മേലേക്ക് വരണം. ഓക്കെ ഗൈസ്, ഗ്രാനിക്കുള്ള പപ്പടം കൊടുക്കുന്നുണ്ട്. അല്ല, ചായയും പരിപ്പാടിയും കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഒരു ബുള്ളറ്റും കൂടി അറക്കാം ഗൈസ്. നമുക്ക് ഇനി ഉണ്ടല്ലോ ഗൈസ്, എവിടെ പോകണമെന്ന് വെച്ചാൽ അത് ഈ വഴി പോകണം ഗൈസ്. ഒരു സ്ഥലം വരെ പോകണം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടണം. സ്ക്രൂ ഡ്രൈവർ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മേലെ ഒന്ന് കറക്റ്റ് ടൈം താഴത്തുകൊണ്ട് നമുക്ക് ഒരു ബുള്ളറ്റ് അറച്ചിട്ട് തരാം ഗൈസ്. ഇല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഒരു സാധനം കൂടി നമുക്ക് ചെയ്തിട്ട് തരാം ഗൈസ്. നമുക്കൊരു സംഭവം കൂടി എടുക്കാണ്ട് അതും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഒരു സാധനമേ നമുക്ക് ഇവിടെ പോയിട്ട് ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടി. അത് പൊളിഞ്ഞുണ്ട്.
അത് ഓക്കെ. നമുക്ക് ഈ വഴി കയറാം. എന്തായാലും ഇനിയൊരു ബുള്ളറ്റ് എടുക്കണം ഗൈസ്. ഗ്രാനി എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ഗ്രാനി സ്പോണായ അതിനുള്ള സാധ്യതയില്ല ഗൈസ്. സ്പോണൊന്നും ഇപ്പോൾ ആവില്ല. നമുക്ക് ഇതുകൊണ്ടായിട്ട് ഒന്ന് തുറക്കാം. നല്ല കാര്യം. ട്രസ്റ്റഡ് പെട്രോളാക്കി ഗൈസ്. ഇനി ചെയിൻ കട്ടർ വേണം. ഇത് മാത്രമല്ല, നമുക്ക് ഒരു സാധനം കൂടി എവിടെയാണെന്ന് അറിയാം ഗൈസ്. അത് തന്നെ, അത് കുഴപ്പമില്ല. എന്നെടുത്തിൻ്റെ ഗ്രാനി വരട്ടെ. ഇനി ഗ്രാനിയുടെ ഗ്രാനി വന്നിട്ടാണ് എനിക്കൊന്ന് പടക്കം പൊട്ടിക്കാം. ഗ്രാനിയെ കാണില്ല കേട്ടാ. ഗ്രാനി സ്പോണാറുള്ള സമയമായി ഗൈസ്. എവിടെ ഗ്രാനി? അതേണ്ട്. പിന്നെ ഇപ്പോഴാണ് ഗ്രാനി വരാൻ ഒരു സമയമൊക്കെ വേണ്ടേ? ഓക്കെ, അതും ഫിനിഷ്. നമുക്ക് മറ്റേ വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് വേണം. ഓടിക്കൊരു വുഡൻ സ്റ്റിക്ക് എടുക്കണം. വുഡൻ സ്റ്റിക്ക് കിട്ടി. വുഡൻ സ്റ്റിക്ക് കിട്ടിയത് നല്ലത്. ഇനി ഇത് താഴ്ത്തുണ്ടായിരുന്നു. വുഡൻ സ്റ്റിക്കായി. ഇനി ചെയിൻ കട്ടർ അതും കൂടി മതി. എഞ്ചിൻ പാർട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കത് ആവശ്യമില്ല. നമുക്ക് ഗണ്ണെടുക്കണം. ഇതിൽ ബുള്ളറ്റ്സ് ഇല്ല. ഒരു ബുള്ളറ്റ് നിറച്ചിട്ട് തരാം. പിന്നെ ഇതും കൊണ്ട് നടക്കാം. നമുക്ക് താഴത്ത് ചെയിൻ കട്ടർ ഉണ്ടാവും ഗൈസ്. നമുക്കൊന്ന് ഇപ്പം നോക്കിയിട്ട് ഗൈസ് ഇല്ല ഗൈസ്, ചെയിൻ കട്ടർ ഇല്ല. ഇപ്പോൾ സ്പൈഡറിൻ്റെ അവിടെ തന്നെ ഉണ്ടാകും ഗൈസ് ചെയിൻ കട്ടർ. ഞാൻ ചെയിൻ കട്ടർ എവിടെയായിരിക്കും ഗൈസ്? സ്പൈഡർക്ക് എടുത്തിട്ട് വേണം. ഗൈസ് സ്പൈഡർ കീ ആയി. ഇനി ഇത് തുറക്കണം. ഗൈസ് നമ്മൾ താഴ്ചാടിയുണ്ട്. വീലൊഴിക്കുന്നുണ്ട്, ആവശ്യമില്ല. ഇത് പോകുന്നില്ല ഗൈസ്. ഒരു സാധനം പോകണ്ട പിന്നായ പോലെ കട്ടർ ഇതിനുള്ള സ്പൈഡർ വരുന്നതായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. നമുക്ക് ഓടാം. ഇല്ല അത് ഒന്നാമത്തിലൊക്കെ നമ്മൾ അയച്ച് ഇപ്പുറത്തെ സാധനം ഇല്ല ഭാഗ്യം.
മീറ്റ് വിട്ടിരിക്കുന്നത് നല്ല വയ്യ. മീറ്റ് അന്വേഷിച്ച് കിടക്കണ്ട. ഡ്രോപ്പ് ചെയ്യണം. നമുക്ക് ഇപ്പുറത്തെ വഴി വിടാം. അതാ കൊടുക്കട്ടെ. ഈ സ്പൈഡർ എവിടെയാവും പോയി? സ്പൈഡറിന് മനസ്സിലാവും. കഴിച്ചിട്ടില്ലേ? ചെയിൻ കട്ടറും കൂടി മതി. അത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ പണിയൊക്കെ പോകാം ഗൈസ്. ഇത് തന്നെ ഇപ്പുറത്തേക്ക് വിടാം. സ്പൈഡർ ലൈനൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കണ്ടാൽ മതി. അതെവിടെയായിരുന്നു? മീറ്റ് എടുത്തിട്ടുണ്ട്. ആ ഗ്രാനി എവിടെയാണ് കിട്ടിയ? ഓ ഗൈസ് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വീണ്ടും താഴത്തേക്ക് തന്നെ വരണം. മറ്റേ എടുക്കണം. 2 സാധനങ്ങൾ തന്നെ അവിടെ നിന്ന് എടുക്കാണ്ട് ഡേ 2 ആയിട്ടുള്ളൂ. ഗൈസ് ഡേ 2 നമ്മൾ 2 ഐറ്റംസ് കണ്ടുപിടിച്ചു എസ്കേപ്പ് അടിക്കാനുള്ളത്. ഇനി ഒറ്റ എണ്ണം കൂടി ഉള്ളൂ. ഓ എന്താല്ലേ നമ്മളെ സമ്മതിക്കണം. ഇത്രയും പെട്ടെന്ന് അത് ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വിഷയമില്ല ഗൈസ്. സ്പെഷ്യൽ കീ ഗൈസ്. ഓക്കെ ഗൈസ് ഗ്രാനി വരുന്നുണ്ട്. നല്ല കാര്യം. ഞാനങ്ങനെ വിളിക്കുന്ന ചിക്കന് അങ്ങനെ വിളിക്കുന്ന ചിക്കന് ഗ്രാനി കം പ്ലീസ്. നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് ഉഷാറാവുള്ളൂ. ഗ്രാനിനെ പറ്റിച്ചേ. ഇനി ഗൈസ് താഴത്ത് കുളിച്ചെത്തണം ഗ്രാനിനെ. ഗ്രാനി ഇങ്ങട് ഇങ്ങട് ബാ പറ്റങ്ങൊന്ന് വന്നേ. പറ്റങ്ങൊന്ന് വന്ന് പിടിച്ചേ. ഇതൊക്കെ ഒന്ന് തള്ളി എന്നാൽ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിയെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് എന്തായാലും മേലെ കയറാം ഗൈസ്. നമ്മളെവിടെ നമ്മൾ ഗണ്ണ് ഡ്രോപ്പ് ചെയ്യുന്നല്ലേ ഗൈസ്? ആ അതേൻ്റെ കൊടുക്കുന്നു. എനിക്കുള്ള ചായ കൊടുത്തിട്ടുണ്ട്.
ചായയും പരിപ്പടിയും കൊടുത്ത് ഗൈസ്. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഗ്രാനി അല്ല സ്പൈഡറിനുള്ള ഇതാക്കണം ഗൈസ്. സ്പൈഡറിനുള്ള ചിക്കൻ കൊടുക്കണം. അല്ലെങ്കിൽ സ്പൈഡർ വേറല്ലമ്പ അറിഞ്ഞൂടെ എനിക്ക് റേഞ്ച് ഓഫ് ഗൈസ്. ഇത് അടയില്ലാന്ന് തോന്നുന്നു ഗൈസ്. റേഞ്ച് എടുത്ത് നമ്മൾ വേഗം ഇറങ്ങിൻ്റെ ഗൈസ്. ഇല്ലെങ്കിൽ കുറേ നേരം എന്നാൽ കടി കിട്ടും. റേഞ്ച് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ ഗണ്ണിൽ ബുള്ളറ്റ് നടക്കണം ഗൈസ്. ഓക്കെ ബുള്ളറ്റ് ആയിട്ട് ഗൈസ്. ഇനി നമുക്കൊരു സാധനം കൂടി എടുത്ത് ഇവിടെ നിന്ന് പോവാം. അത് ഇവിടെയാണ് ഗൈസ്. ഇതും കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കണം. ഇത് താഴത്ത് പ്ലേറ്റ് വയ്ക്കണം. അപ്പം എന്തെങ്കിലും അത് കിട്ടുമെന്ന് വിചാരിക്കാം. ഗ്രാനി വരുന്നതിന് മുന്നേ ഓടണം. ആശ്വാസമായി ഗൈസ്. ഗൈസ് വീണ്ടും ചാടി വീണ്ടും വീണ് ഗൈസ്. വേറെ പോയി നമുക്ക് ലാഭല്ലേ. പോട്ടെ പോയി ഗൈസ്. ഞാൻ വെച്ച് കഴിഞ്ഞ ഒന്നുമില്ല. ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവണം. വാട്ടർ മെലൻ പ്ലെയിൻ കിട്ടിയല്ലോ. എന്ത് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് പരിപാടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടാൻ നോക്കാം. പെട്രോളൊക്കെ പോയി. പെട്രോളൊക്കെ നമുക്ക് വേണ്ട. ഇനി ഇത് കൊണ്ടുപോകണമെങ്കിൽ ഗ്രാനി ഇങ്ങോട്ട് വരണല്ലോ. ഗ്രാനി എണീറ്റുണ്ട്. പറഞ്ഞില്ലേ എനിക്കറിയാം ഗ്രാനിയൊക്കെ എണീക്കേണ്ട സമയം. ഓക്കെ വന്നു ഗൈസ്. നമ്മുടെ ആവശ്യമില്ല എന്നാണ് പ്രതീക്ഷ ഗൈസ്. വാട്ടർ വെള്ളം പെട്ടെന്ന് മുറിക്കണം നമുക്ക് പോയിട്ട്. ഞാൻ വിചാരിച്ചത് കിട്ടുന്നു. എന്താ ഉണ്ടാക്കാനാ ഇതൊക്കെ വന്നിട്ട് എന്തിനെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്ക് ചാടും. നമ്മളാരെ മക്കള് നമ്മളെ കളി. ഇനി ഇവിടുന്ന് എന്തൊക്കെ കിട്ടാണ്ട് കേസ്. ഇനി പ്ലേ ഹൗസിലേക്കാണെങ്കിൽ എന്തൊക്കെ വേണം, എന്തൊക്കെയോ സാധനങ്ങൾ വേണം കേസ്. ഇനി ഇവിടെയാണ് ഉണ്ട് കേസ്. അതെ കേസ്
ചാർജില്ല മൊബൈലിൽ. നമ്മൾ ഗ്രാൻഡ് വിളിച്ചെടുത്തിന് ഇനി എന്തെങ്കിലും ഒന്ന് വന്നോ ജസ്റ്റ് ഒന്ന്. ട്രാപ്പ് വെച്ചിട്ടുണ്ട്, നമ്മളെ പിടിക്കാനായിട്ട് ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മളെ വിട്ടോ അവിടെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും. ഇനി ആ സ്പൈഡറിൻ്റെ അടുത്ത് പോകണം ഗൈസ്. അവിടെ തന്നെ ന്യൂ കിടക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ. ഇവിടെയുണ്ട് ഗൈസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഉണ്ടാക്കണം. ഇതിന് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വേണം ഗൈസ് നമുക്ക് ഇതാക്കാം. മറ്റേത് ഇതാകും. അപ്പോൾ മറ്റേ എന്തോ തുറന്നു വരും ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഗ്രാനി വരുന്നുണ്ട് ഗ്രാനല്ലേ കാണാണ്ട് നിൽക്കുള്ളൂ. ചാടാം. വെപ്പൺ കീ ഗൈസ്. വെപ്പൺ കീ എന്തിനാണ് ഗൈസ് വെപ്പൺ കീ? വെപ്പൺ കീ അല്ലാണ്ട് വേറെ എന്തോ കിട്ടില്ല. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോകാം. ഇവിടെ കിട്ടുന്ന സ്ക്രൂ ഡ്രൈവർ നമുക്കുണ്ടാവണം. പിന്നെ നമുക്കുണ്ടാവില്ല ഗൈസ്. നോക്കിയപ്പോൾ നമ്മുടെ ഗ്രാനി കൊല്ലണേ. എന്താ അല്ലേ ഓരോ അവസ്ഥ. സൈഡ് കഴിഞ്ഞ് ഡേ 3 ആയിട്ടാ. നമുക്ക് വേഗം എപ്പം എടുക്കണം. ഗ്രാനിക്കിട്ട് നല്ല പടം കൊടുക്കണം. ശരിയായിക്കോളാം. അപ്പോൾ ഗ്രാനി വരുന്നതിന്. ഓക്കെ ഗൈസ്, കറക്റ്റ് ടൈമിങ്. അതെന്തരോ താഴ്ത്തി കളഞ്ഞ ഭാഗ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇപ്പം അത് പോയാണ് ബുള്ളറ്റ്. ഗൈസ് ഇവിടെ ഇതിട്ടേക്കാം. നമുക്കിവിടുന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുപോകണം ഗൈസ് പോകാൻ. കാരണം അവിടെ എന്തോ തുറക്കാനുണ്ട്. നമുക്കപ്പം അത് നോക്കണം തുറക്കാൻ പറ്റും. വേഗം പോകണം. നോ ടൈം. നമ്മൾ ചാടി. നമുക്ക് വേഗം ഓടാം. ഓട്ടുകയാണ്, നമ്മൾ ഓട്ടുകയാണ്. പെട്ലോക്കി ആവശ്യമില്ല. നമുക്ക് മേലെ പോകണം. ഗൈസ് നമുക്കൊന്നും ഓർക്കാം. ദൈവമേ ഒന്നും പറ്റരുതേ. ഒന്നും
പറ്റിയില്ല ഗൈസ്. പാട്ടായി വേറെ ഒന്നും പറ്റിയില്ല. ഡേ 4 ആയി ഗൈസ്. ഇപ്രാവശ്യം നമുക്കൊന്നും കൂടി പോയിട്ട് തുറക്കണം. മറ്റേ ഇത് തുറക്കണം ഗൈസ്. അതിൽ നിന്ന് മറ്റേ ചെയിൻ കട്ടർ കിട്ടിയ സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ പിടിച്ച ചപ്പ് ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സ്റ്റാറ്റിക്ക് ഓട്ടോടെ ഓട്ടം തേൻ്റെ വലിയ ഗ്രാനിക്ക് ഇട്ട് കൊടുക്കാനുള്ള അസല് പണി നമ്മുടെ കയ്യിലുണ്ട്. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ ഹെൽ ഓഫ് ഡെമിഗോഡ്. നമുക്ക് പോകാൻ കഴിച്ചു. ചെയിൻ കട്ടർ കിട്ടിയാൽ മതി ഇപ്രാവശ്യമെങ്കിലും. അതിൻ്റെ ഉള്ളിൽ ചെയിൻ കട്ടർ ഇല്ലെങ്കിൽ തീർന്നു. നമ്മളിന്ന് വേറെ അപകടത്തിൽ ഇഷ്ടമാണ് ചെയിൻ കട്ടർ. ഞാനും പാടില്ല അങ്ങനെ. നമ്മളെപ്പോഴാണ് കൊല്ലാമെന്നും പറയാൻ പറ്റില്ല. ഈ വഴി പോട്ടെ എന്തായാലും. ഓട്ട ഇതൊക്കെ മുന്നേ തുറന്നിട്ടില്ല. എന്തൊട്ട് കഷ്ടമൊക്കെ. പോലെ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാണ്ട് അതിന് വല്ലാത്തൊരു കഷ്ടപ്പാട്. അതിനെ കണ്ടുപിടിച്ചിട്ട് വേണം എനിക്കൊന്നും മനസ്സിലാക്കാൻ. സമ്മതിക്കില്ല. ബുള്ളറ്റ് ഒരെണ്ണം എവിടെയാ, ഗണ്ണ് എവിടെയാ, എന്താല്ലേ. ഗ്രാനേഡ് കയ്യിൽ കിട്ടിയാൽ നമ്മൾ പട. പിന്നെ ഇതിലും കിട്ടോ ഹാമറിന് കിട്ടിയേക്കണ്. ഇനി ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. നമ്മളപ്പോൾ ഗ്രാനിനെ വീണ്ടും പറ്റിക്കും. നമ്മളോടാ കളി ഗൈസ്. നമ്മളോട് അടിച്ച വിവരം അറിയും ഗ്രാനി ഗൈസ്. നമുക്കിനി ഇവിടെ പോയിട്ട് അത് പൊളിച്ചെടുക്കണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലെങ്കിലും ഒന്ന് ഉണ്ടാണേ. ഓരോന്ന് ഇങ്ങനെ കിട്ടി എന്നെ വെറുപ്പിച്ചെടുക്കണ ഗൈസ്. പ്ലീസ് ഗൈസ്,
ഒരാവണെങ്കിലും ഒറ്റ ഒരാവണ എനിക്ക് ഇപ്പം എസ്കേപ്പ് അടിക്കണം ഗൈസ്. ഫൈനലി ചെയിൻ കട്ടർ ഗൈസ്, ഫൈനലി ചെയിൻ കട്ടർ കിട്ടി ഗൈസ്. നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ടുള്ളൂ ഗൈസ്. നമ്മളെ തിരിക്കണം. നമ്മൾ ചാവാണ് മാക്സിമം കളിക്കണം. 4 വരെ അതിൻ്റെ പോകും. നമ്മൾ ചാവ് ഗൈസ്, ചാവാൻ പാടില്ല. നമ്മൾ ഫൈനലുണ്ട് ഗൈസ്. ഇതും കൂടെ കൊണ്ടുപോകാൻ വെച്ചാൽ ഗൈസ് അത് എവിടെയാണ് സ്പൈഡർ എവിടെ? എനിക്ക് കണ്ടാൽ അത് മനസ്സിലാവുള്ള എവിടെയാണ് ഗൈസ്. ഇതിപ്പോൾ ഇതിൽ ചത്ത ഗൈസ്. പിന്നെ ആഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡേ 5 ദ ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേയിൽ നമ്മൾ എസ്കേപ്പ് അടിക്കും. സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിൽ നമ്മൾ ചാവും. ഇതൊന്നും ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തായാലും ഓടിനെ പറ്റും. ഗ്രാനിനെ കാണാണ്ടിരുന്നാൽ മതി നമുക്ക്. ഗൈസ് താഴത്തേക്ക് വീണു. ഇനി ഗ്രാനിയുടെ കൈ കൊണ്ട് ചാവില്ല. ഇനി സ്പൈഡർ ഗ്രാനി എന്തെങ്കിലും നമ്മൾ ചെയ്യാവുള്ളൂ. പിന്നെ ഗൈസ് ഗ്രാനി എവിടെയാണ് അറിയാം. ചെയിൻ കട്ടർ അതവിടെ എടുക്കണം എങ്ങനെയെങ്കിലും. ചെയിൻ കട്ടർ എടുത്ത് ഓടടാ ഓട്ടം, ഓടടാ ഓട്ടം. ഫൈനലി നമ്മളെ തുറന്നു. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ബട്ടൺ ഓളാക്ക് ഗൈസ്. ബൈ ഗൈസ്. ഇപ്പോഴാണ് വരുന്നില്ല. നീ ഉള്ളാലെ നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ അങ്ങോട്ട് പോയത് വേണ്ട. ഒരാൾ നോക്കി എന്താ ചെയ്യാ. ഗൈസ് ദ എൻഡ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഓൾ ബട്ടൺ ഒന്ന് ഓളാക്കുക ഗൈസ്. പിന്നെ ഷെയർ കൂടി ചെയ്യും. അപ്പോൾ ബൈ ഗൈസ്.